വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സമിതിയോഗം ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ കോട്ടയം, മീനച്ചിൽ, ചങ്ങനാശ്ശേരി എന്നീ യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ശില്പശാലയും അതോടൊപ്പം തന്നെ കഴിഞ്ഞ പരീക്ഷകളിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കുന്ന ഇന്നത്തെ ഈ സമ്മേളന വേദിക്ക് അധ്യക്ഷത വഹിക്കുന്ന യൂണിയന്റെ ബഹുമാനായ ജോയിന്റ് കൺവീനർ ശ്രീ വി ശശികുമാർ അവർ, ഈ യോഗം സ്വാഗതം ആശംസിച്ച ഏറെ ബഹുമാനായ SNBCയുടെ കോട്ടയം യൂണിയൻ പ്രസിഡന്റ് ശ്രീ പി ജി രാജേന്ദ്ര ബാബു അവർ, ഏറെ ബഹുമാനായ ചങ്ങനാശ്ശേരി യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോനാട്ട് അവർ, മീനച്ചിൽ യൂണിയന്റെ ബഹുമാനായ ചെയർമാൻ ശ്രീ സുരേഷ് ഇറ്റുകുന്നേർ അവർ, SNBCയുടെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ സജീവ് KM അവർ, ബഹുമാനായ ഡോക്ടർ സോമൻ സാറ്, ശ്രീ ബോസ് സാറ്, SNBCയുടെ കോട്ടയം യൂണിയൻ സെക്രട്ടറി ശ്രീ സുനിൽകുമാർ അവർ തുടങ്ങി പേരിൽ സന്നിഹിതരായിരിക്കുന്ന SNBCയുടെ ഏറെ ബഹുമാന്യരായ ഭാരവാഹികളെ, വിവിധ യൂണിയനുകളുടെ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ ഭാരവാഹികൾ, വനിതാ സംഘത്തിന്റെയും യൂത്തുകളുടെയും പ്രിയങ്കരായ ഭാരവാഹികളെ, ഇന്നത്തെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരായ എൻ്റെ കുഞ്ഞ് അനുജന്മാരെ, അനുജത്തിമാരെ, മാതാപിതാക്കളെ, കോട്ടയം യൂണിയന്റെ ഈ പവലിയൻ ഹാളിൽ സാധാരണ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ്. ഈയിടെ നടന്ന ശാരദോത്സവവും അവിടക്കുടവും ഒക്കെ നമുക്ക് സൂചിപ്പിക്കുവാൻ പോലും സ്ഥലമില്ലാതെ നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഇവിടെ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഒരു ഏകദിന ശില്പശാല സംഘടിപ്പിച്ച് 3 യൂണിയനിൽ ഇത്തരത്തിൽ അറിയിപ്പ് കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് ആ പരീക്ഷകളിൽ പങ്കെടുത്ത കുട്ടികൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ളവർ മാത്രമേ ഉള്ളൂ. അവർ പോലും പൂർണ്ണമായി പങ്കെടുത്തിട്ടില്ല. പരീക്ഷ എഴുതി മുഴുവൻ കുട്ടികളും പങ്കെടുത്തിരുന്നെങ്കിൽ ഈ ഹോളുകൾ നിറഞ്ഞേനെ. അപ്പോ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിന്റെ, വിദ്യാഭ്യാസ തലങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ കാണുന്നത്. നമ്മൾ ഈ മുമ്പേ മരക്കേറ്റിയ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് SNBC നടത്തിയ പരീക്ഷയിൽ നിരവധിയായ കുട്ടികളുടെ ചോദ്യോത്തരങ്ങളെ കുറിച്ച്, അവരുടെ റിസൾട്ടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അത് കണ്ടപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന പേരൻസ്, 2 പേരെങ്കിൽ 2 പേര്, ആ കുട്ടികൾ നിങ്ങൾ തിരിച്ചറിയുക. സമൂഹത്തിൽ നമ്മളൊക്കെ എല്ലാത്തിനും A+ വാങ്ങി, 10ാം ക്ലാസ്സിൽ A+ വാങ്ങി, +2-ന് A+ വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭിമാനപൂർവ്വം മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ, വിവിധ പരീക്ഷണങ്ങളിൽ, ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ പകച്ചു നിൽക്കുന്ന നിരവധിയായ യുവാക്കളെയും യുവതികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ നിരവധിയായ കോച്ചിങ് ക്ലാസുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, അവയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടെയും ആ ഒരു ചോദ്യം ചോദിക്കുകയാണ്, IAS-കാരാകാൻ ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. ഒരു കയ്യടി കൊടുക്കുക. ഒരു കുട്ടി കൈപൊക്കില്ല, ഒരു കയ്യടി കൊടുക്കുക. എന്താ പേര്? ആദ്യ. അപ്പൊ ആദ്യ IAS ആണ് ഇവിടെ സംസാരിച്ചത് കേട്ടോ. ആദ്യ IAS. എന്റെ പേര് ഇപ്പോഴേ എഴുതുക. നോക്കുക, 3 യൂണിയനുകളിലെ കുറേയധികം കുട്ടികൾ ഇവിടെ പങ്കെടുത്തു. നിങ്ങൾ പെൻഷനേഴ്സ് കൗൺസിലിന്റെ പരീക്ഷയ്ക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങി. ആ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയുന്നു IAS-ന് ആഗ്രഹമുള്ള ഒരാളെ ഉള്ളത്. എങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ മുന്നിലേക്ക് വരും? നേഴ്സിംഗ് എത്തണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം ഭൂരിപക്ഷം അതിന് കൈവെക്കുന്നവരായിരിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ്
കാരണം നേഴ്സിംഗുകാരെ കൊണ്ട് ഇപ്പോൾ ഇടിയ IPS എടുക്കാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെന്ന് കൈപ്പൊക്കി. IPS, IRS, IFS, ഇതൊക്കെ എന്താണെന്നായിരിക്കും അല്ലേ? ഇപ്പൊ ഇതൊക്കെ സാറ് പറഞ്ഞു ഒളിഞ്ഞിട്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം +2 അഡ്മിഷന് വേണ്ടി +1 അഡ്മിഷന് വേണ്ടി നിരവധി കുട്ടികൾ പായുകയാണ്. +2 കഴിഞ്ഞ കുട്ടികൾ ഡിഗ്രിയുടെ അഡ്മിഷന് വേണ്ടി ഇപ്പൊ തുടക്കം കുറിച്ചിരിക്കുകയാണ്. BA ഉണ്ടോ, BCom ഉണ്ടോ, BBA ഉണ്ടോ, BSc നഴ്സിംഗ് ഉണ്ടോ, ഇത്രയും അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട. 852 കോഴ്സുകളുണ്ട് +2 കഴിഞ്ഞവർക്ക്. എത്ര പേർക്കറിയാം? 852 കോഴ്സുകൾ. 257 കോഴ്സുകൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഇന്റർനെറ്റും വാട്സാപ്പും ഒക്കെ ഗുസ്തി പിടിക്കാനും ചാറ്റ് ചെയ്യാനും ലവ് മീഡാ ഡിസ്മീഡാ എന്ന് മെസ്സേജ് അയക്കാനും അല്ലേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഇന്നത്തെ കുട്ടികളുടെ പ്രത്യേകതയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ തലങ്ങളിൽ അതിയായ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ തയ്യാറല്ല. മാതാപിതാക്കൾ തയ്യാറല്ല. മാതാപിതാക്കൾക്ക് അത്യാവശ്യം ജോലി വേണം, അത്യാവശ്യം ശമ്പളം വേണം, കാർ വേണം, വീട് വേണം, ഇല്ല കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, ഇത്രയൊക്കെ ആഗ്രഹമുള്ളൂ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി നട്ടോട്ടം ഓടുമ്പോഴാണ് അയ്യോ അതുണ്ടായിരുന്നോ ഇതുണ്ടായിരുന്നോ. BCom എന്ന് പറയുമ്പോൾ BComന്റെ മറ്റ് ഡയറക്ഷൻസ് ഏതൊക്കെയാണെന്ന് പോലും അറിയാത്ത നിരവധി കുട്ടികളുണ്ട്. ഇന്നത് പഠിച്ചാൽ ഇന്ന ജോലിയാണ് കിട്ടേണ്ടതെന്ന് അറിയാത്ത കുട്ടികളുണ്ട്. അങ്ങനെ നിരവധിയായ ചാൻസുകൾ ഉണ്ടായിട്ടും അവയിലേക്ക് നിന്നും കടന്നു പോകാതെ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ സമൂഹത്തിൽ യഥാർത്ഥ പിന്നാക്കക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് കാര്യമില്ല. ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന, ഞാനിവിടെ സൂചിപ്പിച്ചു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പരമോന്നതമായി ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ വഹിക്കുവാൻ, റവന്യൂ സർവീസ്, അതുപോലെ തന്നെ നിങ്ങൾ പോലീസ് ആകണമെന്ന് പറയുന്ന കുട്ടികൾക്ക് അതിന്റെ തലപ്പത്ത് ഒരു പോലീസുകാരൻ ഇവിടെ DVSP റാങ്കിലുള്ള അദ്ദേഹമാണ് ഇതിന് ചെയർമാനായിട്ട് നിൽക്കുന്നത്. ഒരു പോലീസുകാരൻ SI കാണുമ്പോൾ സല്യൂട്ട് അടിക്കും, SI നേരെ മേലോട്ട് CA കാണുമ്പോൾ സല്യൂട്ട് അടിക്കും, CA നേരെ DVSP കാണുമ്പോൾ സല്യൂട്ട് അടിക്കും, അതിനുമേൽ SPA കാണുമ്പോൾ സല്യൂട്ട് അടിക്കും. നിങ്ങൾ സല്യൂട്ട് അടിച്ചടിച്ച് പോവുക, അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾ കാണാം. അതാണ് തലമൂത്തയാള്. അങ്ങനെ ഈ ഗോളുകളിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മുടെ കുട്ടികൾ തയ്യാറാവുന്നില്ല. എന്താണ് കാരണം? കഴിവില്ലാഞ്ഞിട്ടാണ് മാത്രം പറയരുത്. എന്റെ അച്ഛനും അമ്മയാണ് കാരണക്കാരെന്ന് പറയരുത്. കാരണം ഈ കഴിഞ്ഞ നീറ്റിന്റെ റിസൾട്ട് വന്ന സമയത്ത് വിദ്യാസമ്പന്നരുടെ നാടെന്നാണ് കേരളത്തിലെ കുഞ്ഞുങ്ങളും അമ്മമാരും അച്ഛന്മാരും എല്ലാം അഭിമാനപൂർവ്വം പറയുന്നത്. പക്ഷെ ഓർത്തുകൊള്ളുക, എക്സാം റിസൾട്ട് വന്നപ്പോ നമ്മൾ വിവരമില്ലാത്തവരെന്ന് വിശേഷിപ്പിക്കുന്ന തമിഴ്നാട്, കൊള്ളരുതാത്തവരെന്ന് പറയുന്ന ബീഹാറുകാര്, അവരെക്കാളൊക്കെ എത്ര പിന്നിലാണ് കേരളം. 9ാം സ്ഥാനത്തല്ലേ സാർ? 9ാം സ്ഥാനത്തേക്കാണ് കേരളം വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ബീഹാർ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, നിങ്ങൾ ഓർക്കണം. തമിഴ്നാട് അതിന്റെ മുന്നിലാണ്, നിങ്ങൾ ഓർക്കണം. അപ്പോ വിവിധ സംസ്ഥാനങ്ങൾ, അവിടെ നമ്മൾ കഴിവില്ലാത്തവരെന്നും അല്ലെങ്കിൽ വിദ്യാഭ്യാസമില്ലാത്തവരെന്നും സാധാരണ ജനത മുദ്ര കുത്തുന്ന വിവിധ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസപരമായി വളരെ ഉന്നതിയിലാണ് എന്ന ബോധം നമുക്കുണ്ടാവണം. അവർ പുസ്തക പുഴുവിനെ പോലെയുള്ള പാഠ്യഭാഗങ്ങളല്ല, അവർക്കുള്ളത് ജനറൽ അവയർനെസ് ആണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്നില്ലാത്തതും അത് തന്നെയാണ്. പുസ്തക പുഴുവിനെ പോലെ പഠിച്ച് 10 വിഷയം പഠിച്ച്, CBSE ആണെങ്കിൽ 6 വിഷയം പഠിച്ച് ഞാൻ A+ വാങ്ങി എന്ന് പറയുമ്പോൾ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾ താഴെ തട്ടിലേക്കാണ് പോകുന്നത്. A+ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള +1 സർട്ടിഫിക്കറ്റ് മേടിച്ചത് കൊണ്ടോ ഒന്നും ആകുന്നില്ല. ഇത് പറയാനുള്ള കാരണം ഇന്നിവിടെ SMPC നടത്തിയ ആ ടെസ്റ്റിൽ, ഇവിടെ നടത്തിയ ആ പരീക്ഷയിൽ പാസ്സായിട്ടുള്ള കുട്ടികൾക്കറിയാം അവർക്ക് വന്ന ക്വസ്റ്റ്യനുകൾ. സാധാരണയായി ഈ സംഘടനയെ കുറിച്ചോ ഈ പ്രസ്ഥാനത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ കുറിച്ചോ സമൂഹത്തിലെ വ്യത്യസ്തമായ വിവിധ തലങ്ങളെ കുറിച്ചോ ഒക്കെയുള്ള ആ ജനറൽ നോളജ് അടങ്ങുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ കുട്ടികളെല്ലാം വളരെ 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 പിന്നിലായിരുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ.
അച്ഛനെ അറിയാത്ത, അമ്മയെ അറിയാത്ത, സാഹോദര്യം അറിയാത്ത, സമൂഹത്തെ അറിയാത്ത, ബന്ധങ്ങൾ അറിയാത്ത, സ്വന്തങ്ങൾ അറിയാത്ത സ്വാർത്ഥരായ ഒരു തലമുറയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. ആ സ്വാർത്ഥമായ തലമുറയിൽ ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നും മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന വിദ്യാസമ്പന്നരെന്ന പേരുള്ള ഒരു കൂട്ടം ജനത മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിദ്യാസമ്പന്നത? എന്റെ പേരിന്റെ മുന്നിലോ പേരിന്റെ പിന്നിലോ വാല് ചേർത്താൽ അത് വിദ്യാസമ്പന്നതയാവില്ല. ഫ്രണ്ടിൽ ഡോക്ടർ എന്നോ പ്രൊഫസർ എന്നോ ചേർത്തത് കൊണ്ടോ പിന്നിൽ കുറെ ഡിഗ്രികളുടെ വാലെഴുതിയുകൊണ്ടോ വിദ്യാസമ്പന്നതയാവില്ല. എന്താണ് വിദ്യാസമ്പന്നത? സമൂഹത്തിൽ ഉണ്ടാകുന്ന, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അവയൊക്കെ സന്തോഷമായാലും സങ്കടമായാലും ഏത് തലങ്ങളിലും സമചിത്തതയോടുകൂടി പെരുമാറാനുള്ള കഴിവാണ് വിദ്യാസമ്പന്നത എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമോ? A+കാരി കുട്ടി അമ്മ പറയും, എന്റെ പൊന്നു സാറേ ഇവളെന്നെ എടുത്തിയാട്ടമാണെന്നറിയാമോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഫാനെ തൂങ്ങാൻ പോകുന്നു. അതാണോ സമചിത്തത? പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കഴിവില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക്. അതിനൊക്കെ മാറ്റം വരേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശ്രീധർമ്മ പെൻഷനേഴ്സ് കൗൺസിൽ ഫോറം ഇത്തരത്തിൽ രൂപീകരിക്കുമ്പോ നിരവധിയായ സ്വപ്നങ്ങളും നിരവധിയായ ദിശാബോധത്തിലേക്ക് കുട്ടികളെ നയിക്കുവാൻ സാധിക്കുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ആദരണീയായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ പെൻഷനേഴ്സ് കൗൺസിൽ അംഗീകാരത്തോടുകൂടി രൂപം നൽകിച്ചത്. കാരണം വിവിധ മേഖലകളിൽ ഇവിടെ ഇപ്പോൾ വേദിയിലിരിക്കുന്ന പെൻഷനേഴ്സ് കൗൺസിൽ പെട്ടവരൊക്കെ വിവിധ മേഖലകളിൽ ജോലി ചെയ്തിരുന്നവരാണ്. ഉന്നത അധികാര തലങ്ങളിൽ ഇരുന്നവരുണ്ട്, സാധാരണ അധികാരത്തിൽ ഒരു ക്ലർക്ക് പോസ്റ്റ് വരെ ഇരുന്നവരുണ്ട്. അങ്ങനെ മുഖക്കെട്ട് മുതൽ ലാസ്റ്റ് ഗ്രേഡ് വരെ വിവിധ മേഖലകളിൽ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ തലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ട് ജീവിതത്തിലെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് നിരവധിയായ പ്രശ്നങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി അത് നമ്മളുടെ അനുഭവമായി നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകിയാൽ തീർച്ചയായും ഒരു പുസ്തക പുഴുവായി പഠിക്കുന്ന കുട്ടിക്ക്, ഒരു സിലബസ് പഠിക്കുന്ന അധ്യാപകനെ പഠിപ്പിക്കുന്നതിലുപരിയായി ഈ സമൂഹത്തിലെ പ്രതിസന്ധികളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച് വ്യക്തമായ ദിശാബോധം നൽകുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അനുഭവജ്ഞരായിട്ടുള്ള ഈ പെൻഷനേഴ്സ് കൗൺസിൽ ഒരു പുതിയ തലമുറയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിൽ ജോലി ചെയ്യുമ്പോൾ ജാതിയുടെ പേരിൽ, ഇവിടെ ശശികുമാർ സാർ ഒന്ന് സൂചിപ്പിച്ചു, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഏത് മേഖലകളിൽ തൊഴിൽ ചെയ്യുമ്പോഴും ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവയെ കുറിച്ച് പോലും അത്തരത്തിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവരുടെ അനുഭവജ്ഞാനം നമുക്ക് പകർന്നു നൽകുമ്പോൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അത്യുന്നതങ്ങളിലേക്ക് ഓരോ ചുവടുകൾ വെച്ച് കടന്നു പോകുമ്പോൾ ഓരോ ചുവടുകളിലും കൈപിടിച്ചുയർത്തുവാനുള്ള ആ ഊർജമായിരിക്കും ഈ പെൻഷനേഴ്സിൽ നിന്ന് നമുക്ക് പകർന്നു നൽകുവാനുള്ളത്. ഇന്ന് കുടുംബജീവിതങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ നമ്മൾ പറയും, അനുഭവജ്ഞാനമുള്ള വീട്ടിലെ കാരണവർമാർ വീട്ടിലില്ലാത്തതിന്റെ കുഴപ്പമാണെന്ന് പറയും. അവർ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല, പക്ഷേ കുടുംബജീവിതത്തെ നയിച്ചുള്ള അനുഭവം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുമ്പോൾ ആ കുടുംബജീവിതത്തിൽ പുതിയ തലമുറയെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ, വിദ്യാഭ്യാസ തലങ്ങളിൽ, തൊഴിൽ തലങ്ങളിലൊക്കെ വിവിധ തരത്തിൽ ജ്ഞാനമുള്ളവരുടെ അനുഭവങ്ങൾ കേട്ട് അതിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ അവയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുകയാണ്. കടന്നു പോകേണ്ട വഴികളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവുകയാണ്. അത്തരത്തിലുള്ള ഒരു സെമിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. വിവിധങ്ങളായ കാഴ്ചപ്പാടുകളെ കുറിച്ച്, വ്യക്തമായ ദിശാബോധത്തെ കുറിച്ച് ഈ ശില്പശാലയുടെ കുട്ടികൾക്ക് പകർന്നു നൽകുകയാണ്. പ്രിയമുള്ളവരെ, വരാതിരുന്നവർ അവർക്ക് ഇത് വിധിച്ചിട്ടില്ല എന്ന് കൂട്ടിയാൽ മതി. അത്തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് എന്ന് ഒരുപക്ഷെ ബോധ്യമില്ലാത്തത് കൊണ്ടാവാം പരീക്ഷ എഴുതിയ കുട്ടികൾ പോലും ഇതിലേക്ക് കടന്നു വരാതിരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ കുട്ടികൾക്കല്ല, അധ്യാപകർക്കല്ല, മാതാപിതാക്കൾക്കാണ് ബോധവൽക്കരണം നടത്തേണ്ടത്. കാരണം കുഞ്ഞുങ്ങളെ ഇന്ന് വ്യക്തമായ ദിശാബോധം നൽകി കടന്നു കൊണ്ടുപോകാൻ ആത്മീയമായ ജ്ഞാനം കൊടുക്കണം, അവർക്ക് ധർമ്മം പഠിപ്പിക്കണം,
അവർക്ക് വ്യക്തമായ ഇത്തരത്തിലുള്ള ദിശാബോധം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട, ഞങ്ങളുടെ കുട്ടികളൊക്കെ പഠിച്ചോളും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ വഴികാട്ടികളായി നിൽക്കേണ്ട മാതാപിതാക്കൾ തന്നെയാണ് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇന്നത്തെ പരിപാടി എന്തുകൊണ്ട് വന്ന കുട്ടികൾക്ക് തീർച്ചയായും അത് പ്രയോജനകരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ ഒരാളാണ് IAS എന്ന് പറഞ്ഞതെങ്കിൽ ഞാൻ പറയുന്നു, ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ മാറ്റുക. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾ കഴിയുമ്പോൾ അയ്യോ ഇനി എനിക്ക് എന്ത് ചെയ്യണോ, അല്ലെങ്കിൽ അന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന നിരാശയോടുകൂടി മരണം കൈവരിക്കാൻ ഒരുങ്ങിയിട്ട് കാര്യമില്ല. ഇന്ന് നിങ്ങൾക്ക് തിരുത്തുവാനുള്ള അവസരമുണ്ട്. 8, 9, 10 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്താലും IAS കാരനാവാം. അതിനൊക്കെ തലങ്ങളുണ്ട്. അപ്പോൾ വിവിധ തരത്തിൽ നിങ്ങൾ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് വിദ്യാഭ്യാസപരമായി കടന്നു വരുന്നതിന്റെ വരേണ്ടതിന്റെ ആവശ്യത്തെക്കുറിച്ച് ഉൾപ്പെടെ ബോധിപ്പിക്കുന്ന ഇന്നത്തെ ഈ പരിപാടി എന്തുകൊണ്ടും അത് സമ്പന്നമാണ് എന്ന് ഞാൻ പറയുകയാണ്. ഇത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്ത പേൻഷനേഴ്സ് കൗൺസിലിന്റെ കേന്ദ്ര ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭാരവാഹികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. തീർച്ചയായും ഈ പരിപാടി എല്ലാ തരത്തിലും അതിന്റെ പ്രയോജനകരമായി മാറട്ടെ, കുട്ടികൾക്ക് അത് പ്രയോജനകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവാന്റെ ഈ മണ്ണിൽ ശ്രീനാരായണ ഗുരുദേവ പാദസ്പർശത്താൽ പുണ്യമായ ഈ മണ്ണിൽ നാഗമ്പടത്തപ്പന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഈ അറിവിനെ നിങ്ങൾ സംശീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ശ്രീനാരായണ ഗുരുദേവന്റെ പാദങ്ങളുടെ നാമത്തിൽ ഇന്നത്തെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുരുധാത്മ വിജയ്.